1984 ഏഷ്യൻ സിംഹങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ പാർക്ക് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിൽ ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ഇവിടെ ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്നു. മിനി ബസ്സിൽ പാർക്കിനുള്ളിലൂടെ സഞ്ചരിച്ച് സിംഹങ്ങളെ അടുത്ത് കാണാനും അറിയാനുമുള്ള അനുഭവമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നത്. കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. എന്നാൽ 17 സിംഹങ്ങൾ വരെ ഉണ്ടായിരുന്ന ഇവിടത്തെ അവസാന സിംഹം 2021 മരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിലെ ലയൺ സഫാരി പാർക്കിന് താഴെ വീഴുകയായിരുന്നു. നാല് സിംഹങ്ങളുമായി നെയ്യാർ ഡാം മരക്കുന്നത്ത് ചുറ്റും വെള്ളത്താൽ മൂടപ്പെട്ട ദ്വീപിലെ 13 ഹെക്ടർ സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ലയൺ സഫാരി പാർക്ക് ആരംഭിക്കുന്നത്. പിന്നീട് ഇവയുടെ എണ്ണം 17 വർദ്ധിച്ചു. സിംഹങ്ങൾ പെറ്റുപെരുകും എന്നായപ്പോൾ ഇവയുടെ സംരക്ഷണം പ്രതിസന്ധിയിലായി. തുടർന്ന് 2005 സിംഹങ്ങളെ വന്ധീകരണം നടത്തി. ഇതോടെ അണുബാധയേറ്റ് ഒന്നൊന്നായി മരിക്കാൻ തുടങ്ങി. 2018 ആയപ്പോൾ 2 സിംഹങ്ങളിലേക്ക് ലയൺ സഫാരി പാർക്ക് ചുരുങ്ങി. കോവിഡ് കാലത്ത് അവസാനത്തെ സിംഹവും ചത്തതോടെ ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും കുറഞ്ഞു. ടൂറിസത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന നിരവധി കുടുംബങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി. ഇറിഗേഷൻ്റെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ചെറിയ ഒരു തട്ടുകട നടത്തിയാണ് ഞാൻ ഉപജീവന മാർഗം നടത്തുന്നത്. അതിപ്പോൾ ലയൺ സഫാരി പാർക്കിൽ ലയൺ ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ ടൂറിസ്റ്റിൻ്റെ മേഖലയിൽ ആൾക്കാർ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ കട കൊണ്ടാണ് ഉപജീവനമാർഗം നിത്യവൃത്തിക്കുള്ള വരുമാനം ഇതിൽ നിന്നാണ് കിട്ടുന്നത്. ഞങ്ങളിവിടെ 30 വർഷം കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാടക്കടയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഈ കൊറോണ വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല. അതുപോലെ ഈ ലയൺ സഫാരി പാർക്കിൽ ഒരു സിംഹം പോലും ഇപ്പം ഇല്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം സിംഹങ്ങളെ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചുവെങ്കിലും സെൻട്രൽസ് ഓഫ് അതോറിറ്റി ഇന്ത്യ അനുമതി നിഷേധിച്ചു. പാർക്കിൽ നിലവിലുള്ള 10 ഏക്കർ സ്ഥലം സിംഹങ്ങളെ പരിചരിക്കാൻ അപര്യാപ്തമാണെന്നും 20 ഹെക്ടർ ഭൂമിയെങ്കിലും വേണമെന്നുമാണ് കേന്ദ്ര ഏജൻസി നിലപാടെടുത്തത്. ഇത് മറികടക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്ര ടൂറിസം സഹമന്ത്രി നിയമിതനായതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ കേന്ദ്ര ഫോറസ്റ്റ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രി ആയി വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നമ്മളെ സെൻട്രൽ സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സൂ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ലൈസൻസ് എങ്ങനെയാണോ നിലനിർത്തിയിരുന്നത് ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടണമെന്നുള്ള കാര്യം സുരേഷ് ഗോപി ഓർമ്മ കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിലവിലുള്ള 10 ഏക്കറിൽ തന്നെ ലയൺ സഫാരി പാർക്ക് പുനരുജ്ജീവിപ്പിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നത്. പദ്ധതി വിജയിച്ചാൽ നെയ്യാർ ഡാമിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.